പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഭവനമായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടുവാൻ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കണമെന്നും സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതെ ആയിരിക്കണം നീ ജീവിക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ചുകൊണ്ട് ദൈവ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കാൻ നിനക്ക് കഴിയണം. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കണം. അപ്പോൾ നിനക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് ദൈവം വഴിതെളിച്ചു തരും. ജ്ഞാനിയെന്ന് നീ സ്വയം ഭാവിച്ചുകൊണ്ട് നിൻ്റെ കൂടെയുള്ളവരെ തരം താഴ്ത്തി നീ സംസാരിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട തിന്മയിൽ നിന്ന് നീ അകന്നു മാറണം. നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസവും നൽകുമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധരുടെ ദേശത്ത് വസിക്കുന്ന ധർമ്മിഷ്ഠരെ പോലെ നീ ജീവിക്കാൻ കഴിയണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ അന്തഛിദ്രമുണ്ടാവുകയില്ല. നിൻ്റെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണമായിരിക്കും. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും തക്ക സമയത്ത് നിനക്ക് ലഭിക്കും. ഒരു തിന്മയുടെ ശക്തിയും നിൻ്റെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ സകല തിന്മയുടെ ശക്തിയും നിന്നിൽ നിന്നും നിൻ്റെ ഭവനത്തിൽ നിന്നും നിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും അകന്നു പോകും. അങ്ങനെ ദൈവകൃപയാൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കും. അതുകൊണ്ട് നിൻ്റെ മാർഗം പൂർണ്ണമായിട്ടും ദൈവിക വഴിയിലായിരിക്കുവാനും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.